അതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും പിന്നീട് പ്രധാനമന്ത്രി ആയപ്പോഴും നടത്തിയ സ്കീമുകളെല്ലാം ജനകീയമായതിൻ്റെ പ്രധാന കാരണം എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വയം സേവകനായിട്ട് തന്നെയാണ് ബി ജെ പിയിൽ വർക്ക് ചെയ്തത്. ബി ജെ പിയിൽ ഒരു MLA MP ആവണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നു. ആ 3 ടേം അവിടുത്തെ ഭരണം അത് പലരെയും ചിന്തിപ്പിച്ചു. കേരളത്തിലെ മന്ത്രിമാർ വരെ അവിടെ പോയി എന്താണ് ഗുജറാത്ത് മോഡൽ, നമ്മൾ പുച്ഛിച്ചുകൊണ്ടിരുന്ന ഗുജറാത്ത് മോഡലിന് പഠിക്കാനായിട്ട് ഇവിടുന്ന് പോയി എന്നുള്ളതാണ് പ്രത്യേകം. മോദി യോഗി കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും, അല്ലെങ്കിൽ RSSന്റെ ബലപ്രയോഗം അവിടെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും, അതിനേക്കാൾ ഉപരി UPയിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ ഈ സംവരണം എടുത്തു കളയും എന്ന് പറഞ്ഞ അതിനു വേണ്ടിയിട്ട് മുന്നോക്കക്കാർക്ക് വേണ്ടി നിൽക്കുന്നയാളാണ് മോദി എന്ന് പറഞ്ഞു. 2029 740 സീറ്റുകൾ എന്നുള്ള 850 സീറ്റുകൾ എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ ഡീലിമിറ്റേഷൻ അടക്കമുള്ള പദ്ധതികൾ അതിനു മുമ്പേ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുന്നു. ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ വിജയത്തിൻ്റെ രഹസ്യമെന്താ? അദ്ദേഹം വെല്ലുവിളികളെ അതിജീവിക്കുന്നത് എങ്ങനെ? കൂടാതെ പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കി എങ്ങനെ മുന്നേറുന്നു? അക്കാര്യങ്ങളാണ് ടോക്കിംഗ് പോയിന്റ് ഇന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയായി 2014 നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ ഒരു അവിശ്വസനീയതയായിരുന്നു. അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇമേജ് അത്തരത്തിലായിരുന്നു അന്ന് വരെ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനമന്ത്രിയായുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ ഒട്ടേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനമന്ത്രിയായുള്ള കാലഘട്ടത്തെ അങ്ങ് കാണുന്നത്? പ്രധാനമായും വെല്ലുവിളികൾ ഒന്നൊന്നായി നോക്കുമ്പോൾ വെല്ലുവിളികൾ നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായി. നമ്മൾ കേട്ടുള്ളതാണ്, 8ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെ സ്വന്തം അച്ഛൻ്റെ ചായക്കട, അന്ന് വലിയ റെയിൽവേ സ്റ്റേഷനൊന്നുമില്ല, ചെറിയൊരു ഒരു ട്രെയിൻ നിർത്തുന്ന സ്ഥലമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർ പറഞ്ഞു അവിടെ റെയിൽവേ സ്റ്റേഷൻ അന്ന് ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെ ഇങ്ങനെ ചായ നടത്തിയെന്നൊക്കെയാണ്. അപ്പോൾ പലയിടത്തും ഇന്ത്യയിലുള്ളതും റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു. അവിടെ പ്ലാറ്റ്ഫോം ഇല്ല, അതിന് പകരം ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിൽ ഒരാൾ കൊടി വെച്ച് നിൽക്കാനുള്ള ആളേ ഉള്ളൂ. അപ്പോൾ അവിടെ ചായക്കട നടത്തിയിരുന്നു. ആ ചായക്കടയാണെങ്കിലും മകൻ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് 8 വയസ്സിൽ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരു കുട്ടിയുടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ, അന്ന് മുതൽ അദ്ദേഹം എല്ലാ കാലത്തും ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിൽ അതീവ വൈദഗ്ധ്യം കാണിച്ചിട്ടുള്ള ആളാണ്. ജീവിതത്തിലായാലും അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ RSS കാലഘട്ടത്തിൽ അദ്ദേഹം അതിഭയങ്കരമായ പരീക്ഷണങ്ങളിലൂടെ സ്വയം കടന്നുപോയി. ഹിമാലയത്തിൽ പോവുക, തപസ് ചെയ്യുക, നോർത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കുക, അവിടെ ഓരോ ഗ്രാമങ്ങളിൽ പോയി ഗാന്ധിജി എങ്ങനെയാണോ ഇന്ത്യയെ പഠിച്ചത് അതുപോലെ അദ്ദേഹം അവിടെ താമസിച്ച് സാധാരണക്കാരൻ്റെ ഭക്ഷണം കഴിച്ച് വെറും സാധാരണക്കാരൻ്റെ വസ്ത്രം ധരിച്ച് ജീവിച്ച് സ്വയം സേവകനായി വെറും പിന്നെ കാക്കാശിൻ്റെ വരുമാനമില്ലാത്ത ഒരാളായിട്ട്, സ്വയം സേവകന് സമ്പാദ്യമില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, അങ്ങനത്തെയാണല്ലോ ജീവിതം. അപ്പം അങ്ങനെ ജീവിച്ച് വന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം BJPയിൽ എത്തുകയാണ് ചെയ്തത്. ആ കാലഘട്ടം എനിക്ക് തോന്നുന്നു പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്താണ് ഇന്ത്യ മഹാരാജ്യത്തെ അദ്ദേഹം കൂടുതൽ അടുത്തറിയുന്നത്. അതെ, അത് കൃത്യമായി ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളെ, ഗ്രാമങ്ങളെ, ഇന്ത്യയുടെ ദൗർബല്യങ്ങളെ, ഇന്ത്യയുടെ ജനങ്ങളുടെ കഷ്ടപ്പാടിനെ എല്ലാം അദ്ദേഹം മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിലാണ്. അതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും പിന്നീട് പ്രധാനമന്ത്രി ആയപ്പോഴും നടത്തിയ സ്കീമുകളെല്ലാം ജനകീയമായതിൻ്റെ പ്രധാന കാരണം എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതെ, ആദ്യം ശൗചാലയം നടത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചില്ല, എന്തിനാ ഈ ശൗചാലയം? ഇതാണ് അദ്ദേഹത്തിൻ്റെ വികസനം. അപ്പം അദ്ദേഹം UPയിലും മധ്യപ്രദേശിലും ബീഹാറിലും ഒക്കെ നടന്ന കാലങ്ങളിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. രാത്രി 7 മണിക്കാണ് അവർ പോകുന്നത്. രാവിലെ പോകാൻ നിർത്തില്ല, എല്ലാവരും കർഷകരൊക്കെ പോകുന്ന സമയമാണ്. നേരം പൊന്തക്കാട്ടിൽ പോയിരിക്കാൻ വയ്യ. രാത്രി 7 മണിക്ക് പോകുമ്പോൾ പലപ്പോഴും പാമ്പ് ഇറങ്ങുന്ന സമയമാണ്. പാമ്പ് കടിച്ച് ഒത്തിരി മരണങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ ശൗചാലയങ്ങൾ വേണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചത്. അതുപോലെ തന്നെ ആ സമയത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഗ്യാസ് കണക്ഷൻ തീർച്ചയായിട്ടും പാവങ്ങളിലേക്ക് പോലും എത്തിക്കാൻ ഉള്ള നടപടി. സ്ത്രീകൾ ഈ പുക ഊതിക്കൊണ്ട് എല്ലാവർക്കും ബ്രോങ്കൈറ്റിസ് ആണ്, ചുമച്ചുകൊണ്ട് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ അത് മാറ്റാനാണ് അദ്ദേഹം ഗ്യാസ് കണക്ഷനുകൾ എല്ലാ കുടുംബങ്ങളിലും സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് പദ്ധതികൾ. ഇങ്ങനെ ഓരോ പദ്ധതി, അതുപോലെ ഹെൽത്ത് കെയർ സ്കീം അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണല്ലോ ഈ പിന്നെ എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് കെയർ കിട്ടുന്ന ഇൻഷുറൻസ് സ്കീം. ഇങ്ങനെ അദ്ദേഹം തുടങ്ങിയ പദ്ധതികൾ ഏത് നോക്കിയാലും
അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ അലഞ്ഞു നടന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കണ്ടിട്ടുള്ളതാണ്. ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. അതായത് ഈ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്നവർ, വഴിയോര കച്ചവടക്കാർ, ഇവർക്കൊന്നും തന്നെ പണ്ടൊന്നും ലോൺ കിട്ടിയിരുന്നില്ല, വായ്പ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈടില്ലാതെ വായ്പ ഇവർക്കും ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം, ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും. ഈ പാവപ്പെട്ടവരെ എങ്ങനെ രക്ഷിക്കും? വീടില്ലാത്തവർക്ക് വീട്, ഭക്ഷണമില്ലാത്തവർക്ക് അന്ന യോജന പദ്ധതികൾ, ഇങ്ങനെ അദ്ദേഹം എല്ലാം കണ്ടിട്ടുണ്ട്. പട്ടിണി കണ്ടു, രോഗം കണ്ടു, ദാരിദ്ര്യം കണ്ടു, മരണം കണ്ടു, ഇങ്ങനെ എല്ലാം കണ്ട് അവസാനം അദ്ദേഹം ഒരു സ്വയം സേവകനായിട്ട് തന്നെയാണ് BJP-യിൽ വർക്ക് ചെയ്തത്. BJP-യിൽ ഒരു MLA MP ആവണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് എന്നേ ആകാമായിരുന്നു. വാജ്പേയിയുടെ അദ്വാനിയുടെ പ്രത്യേകിച്ച് ഗുഡ് ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. അപ്പം രഥയാത്രകൾ സംഘടിപ്പിക്കുന്നതിൽ മുരളി മനോഹർ ജോഷിയുടെ കാശ്മീർ മുതലുള്ള കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യാത്ര ഞാനത് കണ്ടിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിന് എന്നോട് പറഞ്ഞു, ഈ യാത്ര കാണുന്നെങ്കിൽ പുത്തരിക്കണ്ടത്ത് വരാൻ പറഞ്ഞു. അപ്പം ടോട്ടൽ കെയോസ് ആയിട്ട് നിൽക്കുന്ന ആ രഥയാത്രയെ ഇദ്ദേഹം വന്ന് രാവിലെ ഒരൊറ്റ വിസിറ്റ്, ഒറ്റ കോളിൽ എല്ലാം ഫോളിനാക്കുന്ന ഒരു പ്രത്യേക ഓർഗനൈസിങ് കപ്പാസിറ്റിയാണ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഒരു വലിയ ആളാണെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. പിന്നീട് ആണ് മനസ്സിലായത് അന്ന് അങ്ങനെ അത് ഓർഗനൈസ് ചെയ്ത നരേന്ദ്രമോദിയാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു. അന്ന് നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഓർഗനൈസിങ് കപ്പാസിറ്റി, ടോട്ടൽ കെയോസിൽ നിന്ന് ആ ഒരു ജാഥയുടെ കംപ്ലീറ്റ് സ്ട്രീം ലൈൻ ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് മുരളി മനോഹർ ജോഷി വന്നപ്പം വണ്ടി പെർഫെക്റ്റ് ആയിട്ട് പോകാൻ റെഡിയായി. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ രാജേഷിൻ്റെ കാര്യം പറയുന്നില്ലേ, VV രാജേഷിന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഇതിനേക്കാൾ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വന്തം കൈ കൊണ്ടാണ് പോസ്റ്ററൊക്കെ ഒട്ടിച്ചത്. അന്ന് ഇദ്ദേഹത്തിനായിരുന്നു ചാർജ് അവിടുത്തെ കോർപ്പറേഷൻ വിജയിക്കുന്നതിനായിട്ട്. ഇങ്ങനെ നിരവധി പരിപാടികൾ അദ്ദേഹം. അതെ, അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്കും വരുന്നത്. അതും ഒരു എന്താണ്, ഒരു കോംപ്രമൈസിങ്, യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. കേശുഭായ് പട്ടേലിനെ പോലുള്ള മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിനൊന്നും അവിടെ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്തതാണ്. അദ്ദേഹം അതിന്റെ 7 അയലകത്ത് പോലും വന്നിട്ടില്ല. അന്ന് നിലനിന്ന തർക്കം, നേതൃത്വത്തിൽ നിലനിന്ന തർക്കത്തെ തുടർന്നാണ് പെട്ടെന്നാണ് അദ്വാനി നിർദ്ദേശിക്കുന്നത് ഇദ്ദേഹമായിരിക്കും സൂട്ടബിൾ ആള്. അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു അത് പറ്റില്ല, പരിചയം MLA ആയിട്ടില്ല, മന്ത്രി ആയിട്ടില്ല, ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന് കൊടുക്കാമല്ലോ, ഉപമുഖ്യമന്ത്രി ആക്കുമെങ്കിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വാജ്പേയി അത് അംഗീകരിച്ചു, ഉപമുഖ്യമന്ത്രി കൊടുത്താൽ മതി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നരേന്ദ്രമോദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, വേറെ ആരെങ്കിലും ഒക്കെ കണ്ടോളൂ, ഞാൻ സ്വയം സേവകനായിട്ട് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനായിട്ട് ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും കൂടെ നിർബന്ധിച്ച്, അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് MLA ആയി മുഖ്യമന്ത്രി ആകുന്ന വിധത്തിൽ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞുള്ള ആ 3 ടേം അവിടുത്തെ ഭരണം അത് പലരെയും ചിന്തിപ്പിച്ചു. കേരളത്തിലെ മന്ത്രിമാർ വരെ അവിടെ പോയി എന്താണ് ഗുജറാത്ത് മോഡൽ, നമ്മൾ പുച്ഛിച്ചുകൊണ്ടിരുന്ന ഗുജറാത്ത് മോഡലിന് പഠിക്കാനായിട്ട് ഇവിടുന്ന് പോയി എന്നുള്ളതാണ് പ്രത്യേകത. അതെ, ആ വിധത്തിൽ ഒക്കെ അദ്ദേഹം പ്രശസ്തനായി. എന്നാലും അദ്ദേഹത്തിന് എപ്പോഴും ബ്ലാക്ക് മാർക്കുകളായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ്. എന്ത് വലിയത് ചെയ്താലും അദ്ദേഹത്തിന് കൊച്ചാക്കാൻ, ഗുജറാത്ത് കലാപം തുടങ്ങി അദ്ദേഹം ചെയ്ത എല്ലാ പ്രവൃത്തികളിലും ഒന്നുമല്ല, ചെറുതാണെന്ന് പറയുന്നതാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് 2014 അത് 2014 വരാൻ കാരണം 2009 അദ്വാനിയുടെ പെർഫോമൻസിലെ കുഴപ്പം കൊണ്ടാണ്. അദ്വാനിക്ക് അന്ന് ഇന്ത്യ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. ഇലക്ഷൻ നടത്തി അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നു അപ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് അത് മുന്നോട്ട് വരാൻ കഴിഞ്ഞാത്തതുകൊണ്ട് 2014 പുതിയ ആൾ വേണം ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കാൻ എന്ന് വരികയും അപ്പോൾ നറുക്ക് വീണത് ഗംഭീരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 3 ടേം എത്തിയ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിനാണ് പട്ടം വന്നു വീണത്. അതെ അതെ, പാർട്ടിക്കകത്ത് ഇദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിനെതിരെ പലരും മുറുമുറുപ്പ് തുടങ്ങി. കാരണം അവിടെ നോക്കിക്കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ എത്ര, സുഷമ സ്വരാജ്, ഗഡ്കരി, എല്ലാവരും പറഞ്ഞ പേര് എൽ കെ അദ്വാനി തീർച്ചയായിട്ടും മുമ്പിലുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആക്കിയത്. ജോഷി, മുരളി മനോഹർ ജോഷി, ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു നിര തന്നെ അവിടെ നിൽക്കുമ്പം ഇദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ ചൊല്ലി വീണ്ടും ഒരു സംഘടനം വരും എന്ന് വന്നെങ്കിലും പക്ഷേ അതെല്ലാം നിഷ്പ്രഭമായിക്കൊണ്ട് അദ്ദേഹത്തിന് തന്നെ നെറുക്ക് വീണു എന്നുള്ളതാണ്. അതെ, പിന്നെ ആ വാക്ക് ഓവർ
പിന്നെ ഈസി വാക്ക് ഓവറായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. നമ്മുടെ പാർലമെൻറ്റിൻ്റെ നടയിൽ വന്ന് നെറ്റി തറയിൽ തൊട്ട് വന്നിച്ചിട്ടാണ് അദ്ദേഹം പാർലമെൻറ്റിനകത്ത് കയറിയത്. ആ കയറ്റത്തിന് ശേഷം പിന്നെ സ്വന്തം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ എതിർപ്പൊന്നും വന്നില്ല. അദ്ദേഹം അത് എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ആജ്ഞാശക്തിയുള്ളൊരു നേതാവായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. അതിനുശേഷം എനിക്കൊന്ന് 2016 ആണല്ലോ നമ്മുടെ നോട്ട് നിരോധനം വരുന്നത്. അത് ലോകമെമ്പാടും ചർച്ച ചെയ്തൊരു വിഷയം ചെയ്തു. അത് ഇന്ത്യയെ തുലയ്ക്കും, ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അതിനെല്ലാം വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് പിന്നീടാണ് നമുക്കെല്ലാം മനസ്സിലായത്. കള്ളനോട്ടിൻ്റെ വ്യാപനം തടയുന്നതിന് ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ നടപടി ഗുണം ചെയ്തു. ഒരുപക്ഷെ എല്ലാ കള്ളനോട്ടും അദ്ദേഹത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ബ്രേക്ക് ഇടാൻ പലർക്കും പിന്നെ കെട്ടിവെച്ചിരുന്ന കാശുകൾ പലതും കത്തിച്ച് കളയേണ്ടതും ഒക്കെ ആയ അവസ്ഥകൾ വന്നത് നമുക്കറിയാം. അതെ, അന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്കകത്തേക്ക് പണമൊഴുക്കി ആ പണം രാജ്യവിരുദ്ധ ശക്തികളിലേക്ക് എത്തിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തടയിടുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി. അതിൽ വിജയിച്ചു. പിന്നെ പണം തിരിച്ചു വന്ന ഏതാ റിസർവ് ബാങ്ക് അടിച്ച് വിതരണം ചെയ്ത ആ പണമാണ് അധികവും തിരിച്ചു വന്നത്. അക്കൗണ്ടബിൾ ആയിട്ടുള്ള പണമാണ് തിരിച്ചു വന്നത്. അതെ. പിന്നെ എങ്ങനെ പിന്നെ ഈ നരേന്ദ്രമോദിയെ പൂട്ടണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആദ്യ ചിന്ത. കറക്റ്റ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു അവർ പ്ലാൻ ചെയ്തത് ഇദ്ദേഹത്തിനെ ഗുജറാത്തിൽ തന്നെ ഇട്ട് ശരിയാക്കുക. അതിനായിട്ടാണ് 2017 അദ്ദേഹത്തിന് എതിരെ അവിടെ ഒരു പട്ടേൽ കലാപം. കാരണം ഇദ്ദേഹം പിന്നോക്കക്കാർക്ക് ഒപ്പം നിൽക്കുന്നു, അവരുടെ സൗകര്യങ്ങൾക്കായിട്ട് നിൽക്കുന്നു, അങ്ങനെ അവരുടെ സംവരണത്തിനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മുന്നോക്കക്കാരുടെ കലാപം കൊണ്ടേ നേരിടാൻ കഴിയൂ എന്നുള്ള പ്രതിപക്ഷ ദീർഘവീക്ഷണമായ ഹ്രസ്വവീക്ഷണം കൊണ്ട് എന്തായാലും അവർ ഈ പട്ടേൽമാരെ രംഗത്തിറക്കി. അവർ അക്കാലങ്ങളിൽ അവിടുത്തെ 3 യുവാക്കളെയാണ് പ്രധാനമായിട്ട് പിന്നെ ഈ പട്ടേൽ സമരത്തിന് മുന്നോട്ട് കൊണ്ടുവന്നത്. ഒന്ന് ഹാർദിക് പട്ടേൽ, പിന്നെ ജിഗ്നേഷ് ഭവാനി, അതുപോലെ തന്നെ അൽപേഷ് ഠാക്കൂർ. ഈ 3 പേരെ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളുടെ ഇടയിൽ വലിയ തോതിൽ പിന്നെ നരേന്ദ്രമോദിക്കെതിരെയും ഗുജറാത്ത് സർക്കാരിനെതിരെയും വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയുണ്ടായി. നരേന്ദ്രമോദി പിന്നോക്കക്കാർക്ക് മാത്രം വേണ്ടി നിൽക്കുന്നയാളാണെന്നും മുന്നോക്കക്കാരെ അവഗണിക്കുന്നയാളാണെന്നും പറഞ്ഞുകൊണ്ടാണ് പട്ടേൽ പ്രക്ഷോഭം നടന്നത്. പക്ഷേ ആ പട്ടേൽ പ്രക്ഷോഭത്തിനെ അദ്ദേഹം 28 പ്രാവശ്യമാണ് അവിടെ വിവിധ സ്ഥലങ്ങളിൽ റാലികൾ നടത്തിയും യാത്രകൾ നടത്തിയും അതിനെ നേരിട്ടത്. അദ്ദേഹം അതിനെ ജനങ്ങളോട് സമർത്ഥിച്ചു. അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായാൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് മാത്രമല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിന് അതിൽ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് 2019 അദ്ദേഹം എക്കണോമിക്കലി വീക്കർ സെക്ഷന് സംവരണം കൊണ്ടുവന്ന് ആ ഒരു പ്രക്ഷോഭത്തെ മറ്റു പലയിടത്തേക്കും പടരാതിരിക്കാനും പിന്നെ അത് ഒരു വലിയ വിഷയമായി അദ്ദേഹത്തിനെതിരെ വരാതിരിക്കാനും വേണ്ടി ശക്തമായ നടപടി എടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് കോവിഡ് മഹാമാരി. ആ സമയത്ത് അദ്ദേഹം നേരിട്ട രീതിയെയും നമുക്ക് പരാമർശിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം നമ്മൾ നന്നായി വളർന്നുകൊണ്ട് പോകുന്ന സമയത്ത് കോവിഡ് വരുന്നു, അതിൻ്റെ ഒരു മാന്ദ്യമുണ്ടാകുന്നു. പക്ഷേ ഈ കോവിഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ലോകത്താണ് ആ മഹാമാരി വന്ന് നാശം വിതയ്ക്കുന്നത്. അതിനെ നേരിട്ട രീതിയും പ്രശംസിക്കപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ പാട്ടാകൊട്ടി മറ്റേ ലൈറ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എതിർപ്പ് വന്നെങ്കിലും ഓക്സിജന്റെ ദൗർലഭ്യമുണ്ട്, ഓക്സിജന്റെ ദൗർലഭ്യം പറഞ്ഞ് പിന്നെ ഡൽഹിയിലടക്കം വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി. കെജ്രിവാൾ അടക്കം റോഡിലിറങ്ങി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതൊക്കെ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് വന്നെങ്കിലും പക്ഷേ വാക്സിൻ എന്ന ഒരു മന്ത്രം വന്നതോടുകൂടി ലോകത്തിന് വാക്സിൻ കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയും അത് അദ്ദേഹത്തിന് നേരിടാൻ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും 2018 വേറൊരു അടിയും കൂടെ നടന്നു. അതായത് പ്രധാനപ്പെട്ട പിന്നെ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ അദ്ദേഹത്തിന് വലിയ BJPക്ക് വലിയ പരാജയം നേരിട്ടു. ഒന്ന് രാജസ്ഥാനിലുണ്ടായ പരാജയം, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മധ്യപ്രദേശിൽ ഉണ്ടായ പരാജയം, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലുണ്ടായ പരാജയം, അതുപോലെ നമ്മുടെ തെലങ്കാനയിലുണ്ടായ പരാജയം. ഇങ്ങനെ നിരത്തി പിടിച്ച് 5-6 പരാജയങ്ങളുണ്ടായപ്പോൾ മോദി ഹിന്ദി ബെൽറ്റിൽ വീക്കാവുന്നു എന്ന് പറഞ്ഞൊരു വലിയ പ്രചരണവുമായിട്ട് വന്നു. അത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ 2019
അദ്ദേഹം ഉജ്ജ്വല വിജയം നേടി. ഉജ്ജ്വല വിജയം നേടിക്കൊണ്ട് 21 സീറ്റാണ് വർദ്ധിപ്പിച്ച് 303 സീറ്റ് നേടി. അത് റെക്കോർഡാണ്. അത് BJPക്ക് ഇന്ന് വരെ തൊടാൻ കഴിഞ്ഞതിലേക്ക് ഏറ്റവും വലിയ ഫിഗറിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം അത്രത്തോളം വീക്കായിപ്പോയി അന്ന് ശുഷ്കമായി പോയി. അപ്പോൾ അതോടുകൂടി പിന്നെ ദേശീയവും അന്തർദേശീയവുമായ ശക്തികൾ കൂടി ഇടപെട്ടാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ ദുർബലമാകാൻ പാടില്ല, പ്രതിപക്ഷത്തിൻ്റെ ഐക്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കുക, അങ്ങനെ ഇന്ത്യ മുന്നണിയെ സൃഷ്ടിക്കുക. അത് 2023-ലാണ്. 20ഓളം പാർട്ടികളെ, ദേശീയ പാർട്ടികളും സംസ്ഥാന പാർട്ടികളും എല്ലാം കൂടെ ചേർന്ന് ഒരു നേതാക്കളുടെ ഒരു പട തന്നെ. അന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ മുന്നണിയെ ഇത്തരത്തിൽ BJPക്ക് നേരിടാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ 2024 ഒരു വലിയ വിജയം നേടാൻ കഴിയുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. അന്ന് നിതീഷ് കുമാറാണ് അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് അപ്പുറത്ത് എന്താണ് കരുക്കൾ നീക്കിയത്. അതുപോലെ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ അപ്പുറത്തായിരുന്നു. ശരത് പവാർ ആവട്ടെ, അതുപോലെ തന്നെ തേജസ്വി യാദവ് ആവട്ടെ, ലാലു പ്രസാദ് യാദവ് ആവട്ടെ, കെജ്രിവാൾ, അഖിലേഷ് യാദവ്, മമതാ ബാനർജി, സ്റ്റാലിൻ, സീതാറാം യെച്ചൂരി, D രാജ, ഒമർ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ പിതാവ് ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി തുടങ്ങി എത്ര നേതാക്കളാണ്, 10-12ഓളം പ്രഗത്ഭരായ നേതാക്കൾ, അതുപോലെ തന്നെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ഒക്കെ ചേർന്നുകൊണ്ട് വലിയ ഒരു മുന്നണിയായിട്ട് രംഗപ്രവേശനം ചെയ്യുകയാണ്. അതെല്ലാവരും സംസാരിച്ചത് ഇത് വലിയൊരു കരുത്തായി മാറും എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ എങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം ഉയർന്നു. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് 2020-21 കാലഘട്ടത്തിൽ ഒരു ശക്തമായിട്ടുള്ള കർഷക പ്രക്ഷോഭത്തെയും നേരിടേണ്ടി വന്നു. കർഷക പ്രക്ഷോഭം അത് എന്തിനു വേണ്ടിയാണ്? കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ, 3 നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ട് അതിനെ കവച്ചു വെക്കാനാണ് കർഷക പ്രക്ഷോഭം. ഇടനിലക്കാരെ തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ നിയമം കൊണ്ടുവന്നത്. പക്ഷേ സാധാരണ കർഷകന് പണം കൊടുത്ത് കൊള്ളയടിക്കുന്നവരുമായ വിഭാഗത്തിനെതിരെ നിന്നുകൊണ്ട് ഈ നിയമം കൊണ്ടുവന്നപ്പം അവരെല്ലാം സംഘടിച്ചാണ് ആ കർഷക പ്രക്ഷോഭം വന്നത്. അപ്പോൾ അതാണ് ഈ പിന്നെ കർഷകരെ കൂട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ കർഷകനെ അധ്വാനിക്കുന്ന വിഭാഗമാണല്ലോ. അപ്പോൾ അവർ റോഡിലിറങ്ങി ബഹളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പുറകോട്ട് പോകില്ല. അത്തരത്തിലുള്ള പ്രക്ഷോഭം. അപ്പോൾ അതിനകത്ത് സിഖ് കലാപത്തിൻ്റെ ചില ആൾക്കാരും കൂടെ കൂടി ഖാലിസ്ഥാൻ്റെ ചില എലിമെൻസും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് പിന്നെ നമ്മുടെ വിദേശ ശക്തികളിൽ ചിലരുമൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പിന്നെ വർഗീയമായ ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിനെ ആ പ്രക്ഷോഭത്തിൽ നേരിട്ടത്. തീർച്ചയായിട്ടും. പക്ഷേ അത് അദ്ദേഹത്തിന് നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞു. ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലുണ്ടായ സംഘർഷം, പാകിസ്ഥാൻ അതിർത്തിയിലുണ്ടായിട്ടുള്ള സംഘർഷം, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കൂടാതെ തന്നെ ചില ഭീകരാക്രമണങ്ങളും ആ സമയത്ത് ഉണ്ടാവുകയുണ്ടായി. അതും വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഭീകരാക്രമണങ്ങളെ നേരിടുന്നത് മാത്രമല്ല, നമ്മുടെ അതിർത്തിയിലെ സംഘർഷങ്ങൾ അദ്ദേഹത്തിന് ശക്തമായി നേരിടുന്നതിനും ഇന്ത്യയുടെ സൈനിക ശക്തി അപ്പോൾ ഇങ്ങനെയല്ല നിലനിർത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും കൂടുതൽ ഫോക്കസ് അതിലേക്ക് വരികയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യക്ക് ഇത്രയും വലിയ സൈനിക ശക്തി ഉണ്ടായത്. അതിനു മുമ്പേ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് മറ്റു പല ആംഗിളുമാണ്. അന്ന് അദ്ദേഹം പിന്നെ കാശ്മീരിൽ പോയി പട്ടാളക്കാരോട് പ്രസംഗിക്കുകയും ചെയ്തു, നിങ്ങളുടെ ശക്തിയാണ് ഇന്ത്യയുടെ അഖണ്ഡത. അതായത് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് രാഷ്ട്രങ്ങൾ നമ്മളെ ഭയക്കുകയുള്ളൂ, അല്ലാതെ നമ്മൾ ന്യായം പറഞ്ഞ് അവരുടെ മുമ്പിൽ ചെന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലെ എയർഫോഴ്സ്, പിന്നെ നേവി മാത്രമല്ല നമ്മുടെ പിന്നെ കരസേനയും അതുപോലെ തന്നെ അദ്ദേഹം ശക്തമാക്കുന്നതിന് നടപടിയെടുത്തു. മിസൈലുകൾ അടക്കമുള്ളവ, ബ്രഹ്മോസ് അടക്കമുള്ളവ നമുക്ക് കൊണ്ടുവരുന്നതിനും S-400 പോലുള്ള നമ്മളെ ഉപകരണങ്ങളെ, പിന്നെ മിസൈലുകളെ തകർക്കാനുള്ള ഉപകരണങ്ങളെ മിസൈൽ പ്രതിരോധ സംവിധാനം കൊണ്ടുവരുന്നതിനൊക്കെ അദ്ദേഹം വളരെ അധികം ശക്തമായ നടപടികൾ എടുത്തു. എങ്കിലും 2024 വീണ്ടും ഇതേ പ്രശ്നം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതായത് 2013 അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരുന്നത്, അല്ല 2017 അദ്ദേഹത്തിനെതിരെ ഗുജറാത്തിൽ വന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം പിന്നോക്കക്കാർക്കൊപ്പം നിൽക്കുന്നു, മുന്നോക്കക്കാരെ അവഗണിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, അതേ പ്രതിപക്ഷം തന്നെ തിരിച്ചു പറയാൻ തുടങ്ങി, ഇവിടെ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ 400 സീറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞതിനെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നോക്കക്കാരൻ്റെ സംവരണം എടുത്ത് കളയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു അടി വന്നു. ആ അടിയിൽ കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അതിൽ ഒന്നാണ്
യു പിയിലെ സീറ്റുകൾ പലതും നഷ്ടപ്പെട്ടു. അത് പറഞ്ഞു. മോദി യോഗി കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും, അല്ലെങ്കിൽ RSSന്റെ ബലപ്രയോഗം അവിടെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും, അതിനേക്കാൾ ഉപരി യു പിയിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ ഈ സംവരണം എടുത്തു കളയും എന്ന് പറഞ്ഞ, അതിനു വേണ്ടിയിട്ട് മുന്നോക്കക്കാർക്ക് വേണ്ടി നിൽക്കുന്നയാളാണ് മോദി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഡബിൾ റോളുകളാണ് എല്ലാ കാലത്തും ഈ ഇന്ത്യ മുന്നണി എടുത്തിരുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം എടുത്തിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് രണ്ടാമത്തെ ടേമിൽ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. അത് വലിയൊരു നീക്കമായിരുന്നു. അത് സത്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വലിയ സ്റ്റെപ്പായിരുന്നു അത്. ഇന്ത്യ മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങൾ വരെ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. പാകിസ്ഥാൻ നമ്മളെ വിറപ്പിച്ച് കളയെന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. പക്ഷെ അതൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പഹൽഗാം അടക്കമുള്ള പ്രശ്നങ്ങൾ പിന്നീട് അവർ കൊണ്ടുവന്നിരുന്നെങ്കിലും അതും ഓപ്പറേഷൻ സിന്ദൂർ വഴി നടപ്പിലാക്കി ഇന്ത്യക്ക് അന്തസ്സായ ഒരു സ്റ്റാറ്റസ് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ ആ കാലഘട്ടത്തിലാണ് പാകിസ്ഥാനോട് പറഞ്ഞത്, ഇനി നിങ്ങൾ എന്തെങ്കിലും ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ മിച്ചം വെച്ചേക്കില്ല എന്ന്. അതോടുകൂടി അവർ ആ ശ്രമങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയെ ഡയറക്റ്റായിട്ട് ആക്രമിക്കുന്ന ഒരു പരിപാടികളിലേക്കും, അവിടെ തീവ്രവാദികളെ വെച്ച് പോലും ആക്രമണം നടത്തുന്നതിലേക്കും അവർ മുതിർന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. 2024 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2023 നടന്ന ആ മണിപ്പൂർ കലാപം അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽ, അതായത് അദ്ദേഹം ഒരു മത തീവ്രവാദിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി പലരും അത് ഉപയോഗിച്ചു. പക്ഷേ അതിനെയും അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞു. വലിയ തോതിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അന്ന് ആദ്യമൊക്കെ വളരെ പ്രതികരിക്കുന്നില്ല, സംസ്ഥാനത്ത് പോകുന്നില്ല. അതൊക്കെ നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് തന്നെ ട്രാപ്പിലാക്കാനായിട്ട് പത്രങ്ങളോ അല്ലെങ്കിൽ വിദേശ ശക്തികളോ ആരെങ്കിലും ചേർന്നുകൊണ്ട് എന്തെങ്കിലും പദ്ധതി ഇട്ടാൽ ആ സാധനത്തിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് തൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ശൈലി അദ്ദേഹം എപ്പോഴും കാണിച്ചിട്ടുണ്ട്. എന്തായാലും ആ 2 ടേം പൂർത്തിയാകാറായപ്പോൾ വളരെ വല്ലാത്തൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം റിസൾട്ട് വന്നപ്പോൾ 63 സീറ്റുകളുടെ കുറവുണ്ടായി. 240 അദ്ദേഹം വന്നത് അത് അദ്ദേഹത്തിനെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം 400 സീറ്റ് വേണം എന്ന് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ 400 സീറ്റ് പിടിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ വന്നിട്ട് 240 വന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു ഷോക്കായിപ്പോയി. അതും പ്രതിപക്ഷം വളരെയധികം യൂസ് ചെയ്തു. 240 വന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് JDUവും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ CDP മാത്രമാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ 293 സീറ്റ്, പിന്നെ ചെറിയ 1-2 പാർട്ടികളും കൂടി ചേർന്ന് 293 സീറ്റിലാണ് NDA അന്ന് എത്തിയത്. അപ്പോൾ അത് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പിൻവലിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഞങ്ങൾ വിജയിക്കും, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടുന്ന് തെറിപ്പിക്കുന്ന വിധത്തിലെത്തിക്കും എന്ന് പറയുകയുണ്ടായി. നിതീഷിന് അതിലുള്ള ചില ഓഫറുകളും പിന്നീട് അവർ കൊടുത്തു നോക്കി. അതായത് അങ്ങായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അങ്ങ് ഇതിനകത്ത് നിന്ന് വിട്ടുവരണം. അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരെ ചില ശക്തികൾ TDPയെ മാറ്റാനും ചന്ദ്രബാബു നായിഡുവിനെ പുറത്തേക്ക് കൊണ്ടുവരാനുമൊക്കെയുള്ള ശ്രമങ്ങൾ വരെ നടക്കുകയുണ്ടായ കാലം. അതിനിടയിൽ ആ ഒരു ഫോർമുല ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചേക്കുമെന്ന് തോന്നിയപ്പോഴാണ് മമതയും കെജ്രിവാളിൻ്റെയും ഇടപെടലുണ്ടായത്. അവിടെ ഒരു തുരങ്കം വയ്ക്കൽ നടന്നു. ആ തുരങ്കം വയ്ക്കൽ, അതായത് ആരായിരിക്കണം അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ളത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ആ സ്വപ്നങ്ങളെല്ലാം തകർന്നു. പക്ഷെ അതെല്ലാം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തിനെ പോലും പലപ്പോഴും ഛിന്നഭിന്നമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തമായ ഇതിപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് 2024 തിരഞ്ഞെടുപ്പിന് മുൻപ് RSSുമായി ഒരു അകൽച്ചയുണ്ടായി എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് അദ്ദേഹം ഭംഗിയായിട്ട് അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം അത് മേക്കപ്പ് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു 3 തിരഞ്ഞെടുപ്പ് വിജയിച്ച് മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി. അതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ പ്രതിരോധ രംഗത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത, കുറേ കൂടി നമ്മുടെ സേനകളെ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങൾ, പുതിയ യുദ്ധമുറകളിലേക്ക് നമ്മൾ പോകുന്നു. ആ ഒരു വിഷയത്തിനൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. നമുക്ക് അടിക്ക്
മറുപടി ഇന്ത്യ കൊടുക്കും എന്ന് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ ആ സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെയാണ് ഇന്ത്യ ഒരു ആധുനിക യുദ്ധശക്തിയാണ് എന്നുള്ളത് തെളിയിച്ചത്. അതെ, നമ്മൾ സാധാരണ ഒരു ശക്തി മാത്രമല്ല, നമ്മൾ വെടിക്കോപ്പുകളുടെ കാര്യത്തിലും യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിലും നമ്മളൊരു ശക്തിയാണ് എന്ന് തെളിയിച്ചത് ആ ഒരു ആധുനിക മിസൈൽ പ്രയോഗത്തിലും അതുപോലെ തന്നെ സാറ്റലൈറ്റുകളെ വരെ ഉപയോഗിച്ച് നമുക്ക് പല ആക്രമണങ്ങളെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ട് എന്ന് തെളിയിച്ചത് അതാണ്. ആ യുദ്ധം ഏറ്റവും മിനിമം ഡേയ്സിൽ നിർത്തി ഇന്ത്യയുടെ വികസനത്തിലേക്ക് അത് തിരിഞ്ഞു പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. കാരണം 2025 മെയ് മാസത്തിൽ ഒരു 4 ദിവസം കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. 7-ാം തീയതി തുടങ്ങി 6-ാം തീയതി തുടങ്ങി 10-ാം തീയതി വെടിനിർത്തലിലേക്ക് എത്തത്തക്ക വിധത്തിൽ അത്രയ്ക്ക് ചെറിയ പീരീഡിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം നിഷ്പ്രഭമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ആദ്യത്തെ. സർജിക്കൽ സ്ട്രൈക്ക് ഒരു ഗംഭീരമായിട്ട് പിന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെല്ലാം 8 ഭീകര കേന്ദ്രങ്ങൾ മുരിട്കെ അടക്കം തകർത്ത് ആ ബെൽറ്റിലെ എല്ലാ കേന്ദ്രങ്ങളും ഒറ്റയടിക്ക് തകർത്തപ്പോൾ അതിനെന്തെങ്കിലും പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് പുൽവാമയുമായിട്ട് രംഗത്ത് ബലാക്കോട്ടിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അത് ചെറിയൊരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല പ്ലാൻ ചെയ്ത്. ഇത് ഇന്ത്യ മുഴുവൻ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകത്തക്ക വിധത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാകുന്ന വിധത്തിലാണ് ഈ പുൽവാമ ആക്രമണം പ്ലാൻ ചെയ്തത്. അതായത് ജാതി പറഞ്ഞ് മതചിഹ്നങ്ങളും മതവും എല്ലാം തെളിയിക്കുന്ന വിധത്തിൽ നോക്കി വെടിവെക്കുന്ന എന്ന് പറയുമ്പം ഇന്ത്യ മുഴുവൻ ഒരു വർഗീയ കലാപം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കലാപം ഉണ്ടാകുക, ഇന്ത്യ ഛിന്നഭിന്നമാകുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണത് ചെയ്തത്. പക്ഷേ അത് അദ്ദേഹം ഭംഗിയായിട്ട് ദേശീയത കൊണ്ട് നേരിട്ടു. എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അതിന് എല്ലാവരും ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഒട്ടേറെ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ പ്രതിരോധ രംഗമാണെങ്കിലും സാമ്പത്തിക രംഗത്ത് ശക്തമായ വളർച്ച കൈവരിച്ച് നമ്മൾ ലോക സാമ്പത്തിക ശക്തികൾക്കൊപ്പം മാറ്റുരയ്ക്കുന്ന ഫോഴ്സായി മാറി. നമുക്ക് GDP-യുടെ ഉയർച്ച വന്നു. ഈ ഇന്ത്യയുടെ ഈ സ്വയം പര്യാപ്തത കൈവരിച്ചുള്ള വളർച്ചയിൽ അസൂയ പൂണ്ടോ അല്ലെങ്കിൽ അതിൽ വൈരാഗ്യം പൂണ്ടോ അമേരിക്ക പോലും ഇന്ത്യക്കെതിരെ അതാണ് അടുത്ത ഒരു പ്രതിസന്ധി അദ്ദേഹം നേരിട്ടത്. അമേരിക്ക നമുക്ക് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് ഈ ടാരിഫ് കൊണ്ടുവന്ന് നമ്മുടെ തലക്കടിച്ചത്. അപ്പോൾ ട്രംപ് സുഹൃത്തായി വന്നിട്ട് പിന്നെ ശത്രുവായി മാറുന്ന ആ ഒരു രംഗമാണ് കണ്ടത്. അതും അദ്ദേഹത്തിൻ്റെ പീരീഡിലെ ഏറ്റവും വലിയ അദ്ദേഹം നേരിട്ടൊരു വെല്ലുവിളിയാണ്. അന്തർദേശീയ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന് അന്തർദേശീയമായിട്ട് ഏറ്റവും വലിയ തിരിച്ചടി വരുന്നൊരവസ്ഥ. ഇന്ത്യയുടെ എക്കോണമിയെ ബ്രേക്ക് ചെയ്യുക, ഇന്ത്യ ആയുധങ്ങൾ വരെ വിറ്റ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും വലിയ എണ്ണ വിൽപ്പന കേന്ദ്രമാക്കി റിഫൈനറി വഴി പ്രവർത്തിച്ച് നമ്മൾ പെട്രോളിയം വിൽപ്പന രാജ്യമാക്കി മാറ്റുന്ന വിധത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്തപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കരുത്, അതുപോലെ തന്നെ ടാരിഫ് ഞങ്ങൾ ശക്തമായി അടിക്കുന്നു, നിങ്ങളുടെ എക്സ്പോർട്ടുകൾ തടയുന്ന വിധത്തിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം പുതിയ രാഷ്ട്രങ്ങളും പുതിയ സംവിധാനങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഈ വിധത്തിലുള്ള പലവിധ എന്തായാലും ദീർഘവീക്ഷണമുള്ള കുറേയേറെ പദ്ധതികളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഈ ഇന്ധന പ്രതിസന്ധിയൊക്കെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ബോധ്യമായത് എന്തുകൊണ്ട് ഈ പുനരുപയോഗ ഊർജ്ജത്തെ അദ്ദേഹം ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഒരു 10 മേജർ പദ്ധതികൾ ഞാൻ ഒറ്റയടിക്ക് സ്പീഡിലങ്ങ് പറയാം. 10 മേജർ പദ്ധതികൾ. ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലെ ആ പദ്ധതി ഉണ്ടല്ലോ, അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ അധീശത്വം ഉറപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ലോകത്ത് ചൈന ഉൾപ്പെടെയുള്ളവർക്ക് ആ പദ്ധതിയോട് എതിർപ്പ് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഖവാദിൽ ഒരു അദാനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു എനർജി പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കുകയാണ്. അത് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് എനർജി നൽകുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ട് അത് മാറും. അതുപോലെ തന്നെ ഹൈസ്പീഡ് ട്രെയിൻസ്, 7 ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ട് ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന വിധത്തിൽ അദ്ദേഹം ഒരു പദ്ധതിയുമായിട്ട് വരികയാണ്. അത് 2030 മുമ്പ് കമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ ബാംഗ്ലൂർ ചെന്നൈ വരെ പോകുന്നതിന് 1 മണിക്കൂറാണ് പറയുന്നത്. പൂനെ ഡൽഹി ബോംബെ പൂനെ എന്ന് പറയുന്നത് വെറും 48 മിനിറ്റും. അതുപോലെ തന്നെ PM ഗാഡി ശക്തി ഒരു നാഷണൽ മാസ്റ്റർ പ്ലാൻ അദ്ദേഹം തയ്യാറാക്കുന്നത്, അത് പ്രധാനമായിട്ടും റെയിൽ റോഡ് കണക്ടിവിറ്റിയോടുകൂടി ഇന്ത്യ മുഴുവൻ ഈസി ആയിട്ട് ട്രാവൽ അതിനുള്ള ഒരു പദ്ധതിയാണ്. ഭാരത് മാല റോഡ് പദ്ധതി,
അത് 87,000 കിലോമീറ്റർ റോഡിന്റെ ഒരു പദ്ധതിയാണ് വരുന്നത്. സാഗരമാല പദ്ധതി, നമ്മുടെ പ്രധാനമായ പോർട്ടുകളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതി, സാഗർമാല പദ്ധതി. അതുപോലെ തന്നെ പിന്നെ AI ഒരു സ്പെഷ്യൽ സെൻ്ററായിട്ട് ഇന്ത്യയെ മാറ്റുന്നതിന് റോബോട്ടുകൾ അടക്കമുള്ളവ ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശത്തും ഉൾപ്പെടെ നമുക്ക് പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി. സ്വന്തമായി റോക്കറ്റ് സ്പേസ് സെൻറ്റർ, സ്വന്തമായ ഒരു സ്പേസ് സെൻറ്റർ, ഇന്ത്യക്കൊരു സ്പേസ് സെൻറ്റർ, അവിടെ ഇന്ത്യക്കാരനെ നിർത്താനും അത് ഇന്ത്യൻ റോബോട്ടുകളെ നിർത്തി അവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ പ്രതിപക്ഷത്തിനെ അദ്ദേഹം നിർവീര്യമാക്കുക മാത്രമല്ല ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറി ഉള്ളതിൽ 17 ഇപ്പോൾ അദ്ദേഹം 17 സ്റ്റേറ്റ് BJPയുടെ മുഖ്യമന്ത്രിമാർ ഭരിക്കുന്നതാണ്, ഒന്ന് ഡൽഹി ഉൾപ്പെടെ. 72% സ്ഥലം, 72% സ്ഥലം, അതായത് 2/3 കഴിഞ്ഞു അദ്ദേഹം. 2/3 എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാൻ പോണത് പാർലമെന്റിൽ അതുപോലെ 2/3 മെജോറിറ്റി എന്നുള്ളൊരു ഇതിലേക്ക് വരുമോ എന്നുള്ളതാണ്. തൃണമൂലിന്റെ 20 പേരെ എടുത്തു കഴിഞ്ഞു, അതുപോലെ തന്നെ 6 പേര് എടുത്തു കഴിഞ്ഞു. ഇങ്ങനെ അത് ഏകദേശം അതിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 360 എന്നുള്ള മാജിക് ഫിഗറിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ള രീതിയിൽ പോവുകയാണ്. രാജ്യസഭയിലാണെങ്കിൽ ഈ മൺസൂൺ സെഷന് മുമ്പ് തന്നെ മിക്കവാറും അത് 2/3 മെജോറിറ്റിയിലേക്ക്, BJPയും NDAയും ചേർന്ന് 2/3 മെജോറിറ്റിയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 2029 740 സീറ്റുകൾ എന്നുള്ള 850 സീറ്റുകൾ എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ ഡീലിമിറ്റേഷൻ അടക്കമുള്ള പദ്ധതികൾ അതിനു മുമ്പേ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയും. ഇനി അഥവാ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യം നടപ്പിലാക്കുന്നതിനായിരിക്കും അടുത്ത വോട്ട് ജനങ്ങളോട് ചോദിക്കുക. തീർച്ചയായിട്ടും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും വെല്ലുവിളികൾ ഒട്ടേറെ ഉണ്ടായിരുന്നു, അതിനെല്ലാം തന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടി അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. നമ്മുടെ സ്വയം പര്യാപ്തത എന്നുള്ളത് വലിയ ഒരു ലക്ഷ്യമാക്കി മുന്നിൽ വെച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു രാജ്യം നമുക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ നമ്മുടെ ജീവിതം സ്തംഭിപ്പിക്കാൻ സാധിക്കരുത് എന്ന ഒരു വിഷയം അദ്ദേഹം മുൻനിർത്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും BJPയെ നയിക്കുക, പ്രധാനമന്ത്രിയായി അദ്ദേഹം തന്നെ മത്സരിക്കുമോ, മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ള ചർച്ചയൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ പരിശോധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ്, വിശദമായി തന്നെ പോകാൻ സാധിച്ചിട്ടില്ല, ആഴത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒക്കെ തന്നെ നമ്മൾ പ്രതിപാദിച്ച് മുന്നോട്ട് പോകുന്നു. ഏതായാലും ഇതുവരെ ഉള്ള വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം രാജ്യത്തിന് ഏറ്റവും മുൻഗണന നൽകി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു. അഴിമതി വിഷയങ്ങൾ നമുക്ക് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ ഉള്ള ഒരു കരുത്തനായ പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് ലോകം പറയുന്നു. ഒരു ലോക നേതാവായി അദ്ദേഹത്തിന് വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്ന്. ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് വ്യക്തമായൊരു സ്ഥാനവും നേടിയെടുക്കുവാൻ മോദി സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒട്ടേറെ കരുത്തരായ രാഷ്ട്രീയ നേതാക്കളെയും വാർത്തെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യവും. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.